ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കാര്യബോധമുള്ള മുസ്ലിങ്ങളെ മുമ്പിലാണത് പറയണത്. ഇത് വളരെ ഗൗരവമല്ല, വളരെ ഗൗരവമാണ്. കാരണം ഉസ്താദ് അറിയാതെ അള്ളാഹ് ഒന്നും ചെയ്യൂലെന്നാ. ആരെയും ഉസ്താദ് അള്ളാന്റെ ഉസ്താദാ ആണോ? അങ്ങനെ ആളുണ്ടോ? ഇല്ലല്ലോ. ഉസ്താദ് അറിയാതെ അള്ളാഹ് ഒന്നും ചെയ്യൂലെന്നാ. ആരാണ് അടിമ, ആരാ ഉടമ? ഉടമ ചെയ്യുന്നത് അടിമ അറിയണമെന്നില്ല. പക്ഷെ അടിമ ഒന്നും ചെയ്യാൻ പാടില്ല ഉടമ അറിയാതെ. അങ്ങനെ നിയമമുള്ളത്. അല്ലാതെ ഒരു അടിമ പറയാണ് ഉടമ ഒന്നും ചെയ്യാൻ പാടില്ല അടിമ അറിയാതെ. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഉസ്താദ് ഒന്നും ചെയ്യൂല, ഉസ്താദ് അള്ളാഹ് ഒന്നും ചെയ്യൂല ഉസ്താദ് അറിയാതെ എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടമല്ലേ ബാല്യ സഹോദരങ്ങളെ? അപകടമല്ലേ? ഇനി അള്ളാന്റെ റസൂലിനെ വിട്ടോ, അവിടെ ഉസ്താദ് പ്രശ്നം ഉണ്ടാക്കുക. അള്ളാന്റെ റസൂലിനെ വിട്ടോ, ഇല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ വളരെ പോക്കാണ്. കാര്യം വെച്ചാൽ മൂപ്പറുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം നബി വരെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉസ്താദുമാര് പ്രസംഗിക്കണം നമ്മുടെ നാട്ടിലെ. എന്താ അവർ പ്രസംഗിച്ചത്? കുണ്ടൂർ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഉണ്ടായിരുന്നു നാട്ടില്. അയാള് മദീനത്ത് വരുന്നാണ് നബിയുടെ ഖബറെടുക്കല്. എന്നിട്ട് അവിടെ വന്നിട്ട് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യും. ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പൊ ഒരു ദിവസം കുണ്ടൂര് പറഞ്ഞത്രേ, എന്ത് ഇനി ഇവിടെ വരുന്നില്ല, ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞു. മൂപ്പര് പോയി. അടുത്ത വർഷം വന്നു. എന്നിട്ട് മാറി നിന്നു എന്നാണ്. ഒരു ഭാഗത്തേക്ക് മാറി നിന്നു, അങ്ങോട്ട് വന്നില്ല. നബിയുടെ ഖബറെടുക്കലേക്ക് വന്നില്ല എന്നാ. ആ സന്ദർഭത്തിൽ കുണ്ടൂരിങ്ങനെ നിൽക്കുമ്പോ തിരക്കിനിടയിൽ കൂടെ ഒരാൾ വരിക. ആരാ വരുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് താൽ കുണ്ടൂർ താൽ താൽ കുണ്ടൂരിനെ വിളിക്കുക. താൽ ആര്? നബിയെ. അപ്പൊ കുണ്ടൂര് പറയും നോ നോ ലാലാ, ഞാൻ വരൂല. എന്താ വരാത്തത്? വരാത്തെന്താന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലേ, എന്ത് അവിടെ ഭയങ്കര തിരക്കാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ, അണ്ട് വരണില്ല. അപ്പൊ റസൂല് പറയാണ്, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. നിനക്ക് വേണ്ട നബിയെ കാണാൻ വരാത്ത ആളോട് പറയാണ്, എന്നെ കാണാൻ വന്നില്ലേലും വേണ്ടില്ല, നിനക്ക് വേണ്ടപ്പെട്ട ആൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇയാൾ ചിന്തിക്കാണ് സ്വാഭാവികമായിട്ട്, എന്ത് അതാരപ്പ അത്, അങ്ങനെ ആളാരാ? അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് മൂപ്പരവിടെ നോക്കുമ്പോ അവിടെ ഇരിക്കാണ് ഹുനാക്ക ഷെയ്ഖ് അബൂബക്കർ. അവിടെ അബൂബക്കർ ഇല്ലേ കസേരയിട്ട് അവിടെ ഇരിക്കാണ്. ഇത് പ്രസംഗിച്ചവരെ സംബന്ധിച്ച് ഞങ്ങൾ പറയണോ വിധി? ഞങ്ങൾ പറയണോ വിധി? ഞങ്ങൾ പറയണോ വിധി? നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമൂഹത്തെ മരവിപ്പിച്ച് നിർത്തി അവരുടെ ബുദ്ധി നശിപ്പിച്ചിട്ട് ഈ സമുദായത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ മുസ്ലിയാക്കന്മാർ കൊത്താശ പാടാൻ വന്നിരിക്കുകയാണോ നിങ്ങൾ? ആണോ? മാത്രല്ല, ആ വാചകം ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ടോളൂ. ഒരു മുസ്ലിയാരുടെ പ്രസംഗമാണ്, ആ പ്രസംഗത്തിൽ തന്നെ കേട്ടോളൂ. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗദയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ലേ സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്? എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. എ പി ഉസ്താദ് കസേരയിട്ടിരിക്കുക, അള്ളാഹുവിന്റെ റസൂൽ വിളിക്കാൻ പോയിരിക്കാറ് കുണ്ടൂരില്. ആരാണ് ഹോ ഇയാള്? എടി നമ്മൾ മിണ്ടരുത് പോൽ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ട് നമ്മൾ മിണ്ടരുത്, കാരണം അവര് മുശ്രിക്കാവുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തിനാന്ന് ചോദിച്ചാല് ആളുകൾ വഴിതെറ്റിപ്പോയിരിക്കാനാ. എന്റെ സുഹൃത്തടക്കം വഴിതെറ്റിപ്പോയിരിക്കാനാ. ഇവിടെ ചോദ്യം ചോദിക്കാൻ വന്നിട്ട് അദ്ദേഹം പിന്നെ നമ്മളോട് ചോദ്യം ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തോട് ദേഷ്യമുള്ളതുകൊണ്ടല്ലോ നമ്മൾ പരിഗണിക്കുന്നത്. ഈ സുഹൃത്തടക്കം വഴിതെറ്റിപ്പോ ഈ ജാതി പ്രസംഗം കേട്ടിട്ട്
വഴിതെറ്റിപ്പോകരുത്. ഈ ജാതി പ്രസംഗം പ്രസംഗിച്ചിട്ട് നാട് നീളെ നടന്ന് സമുദായത്തെ പഠിപ്പിക്കുമ്പോ ബഹ്റൈനിലടക്കം വിസ കൊടുത്തും അതുപോലെ തന്നെ ടിക്കറ്റ് കൊടുത്തും കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുമ്പോ ഇത് അരുതെന്ന് പറയാൻ ഞങ്ങൾ അല്ലെങ്കിൽ വേറൊരു സംഘടന ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ നിങ്ങൾ. ഇത് തെറ്റാണ്. അള്ളാഹിന്റെ പേര് അപരാധം പറയരുത്, കളവ് പറയരുത്, തോന്നിയാസം പറയരുത്, അള്ളാഹിന്റെ റസൂലിന്റെ പേര് തോന്നിയാസം പറയരുത് പറയാൻ ഒരു സംഘടന ഇവിടെ ഇല്ല. ഗാനമേള നടത്താനും സിനിമ പ്രദർശിപ്പിക്കാനും നടീനടന്മാരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുവാനും ഒരുപക്ഷെ സംഘടനകൾ ഉണ്ടാവും. ഈ തോന്നിവാസം അത് തെറ്റാണ് എന്ന് പറയാൻ മുജാഹിദുകളല്ലാതെ ഒരു സമൂഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി അത് ഒരാൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ആളുകൾ മുശ്രിക്കോ കാഫറോ അവരുടെ വിധി ഞങ്ങൾ പറയണോ? ഞങ്ങളല്ല പറയേണ്ടത്, സമസ്തക്കാർ തന്നെ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി. കേട്ടോളൂ ചോദ്യം. പേര് അബ്ദുൽ ബാരി, ചാവക്കാട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്നൊരാളുടെ പ്രസംഗ ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു. അയാൾ ഇസ്ലാമിന് പുറത്താണോ അതോ അകത്താണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദ്യം. പക്ഷേ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴ്ഘടകമാണ്. സാധാരണ SKSSFകാർ തലയിരിക്കുമ്പോൾ വാല് ആടാറില്ല. ഈ ചോദ്യം ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് നിവാരണം വരുത്തേണ്ടതാണ്. ആള് കുഫറിലേക്കും മുർത്തത്തിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തെര്യപ്പെടുത്തേണ്ടതാണ്. കണ്ടോ? എന്ന് വെച്ചാൽ തലപ്പാവ് വെച്ച താടി വെച്ച ഒരു മൂല്യാര് മുസ്ലിമാണെന്ന ചോദ്യം അതും എനിക്ക് പറയാൻ പറ്റില്ല, മുഷാവറ പറയട്ടേതാ. താടി വെച്ച മൂല്യാര് മുസ്ലിമാണോ മുശ്രിക്കാണെന്ന് സമുദായം സംശയിച്ചു പോന്നു. അത് മുജാഹിദിലെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വായടക്കണ്ടേ, നാവടക്കണ്ടേ, അരുതാത്തത് പറയാ പാടുണ്ടോ? അപ്പൊ ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് സംശയം, ഇവര് മുസ്ലിം തന്നെ ആണോ സംശയിച്ചു പോകും. അതാണ് അബ്ദുൽ ബാരി എന്ന ചാവക്കാടുള്ള ഒരു സമസ്തക്കാരൻ തന്നെ ചോദിച്ചത്. പറഞ്ഞേ, അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് പടപ്പുകളിലേക്ക് തിരിച്ചുവിടുക, അതവര് ചെയ്യുന്നത് അപകടമാണ്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന വാദം ഇബ്ലീസിന്റെതാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിന് അത് കേട്ടിട്ട് പിന്നെ പ്രതികരിക്കാതിരിക്കാൻ തോന്നുമോ? സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ്. അത് പ്രചരിപ്പിക്കാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ. മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ, സുജൂദ് ആർക്കാ വേണ്ടത്? അള്ളക്ക. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ എന്താണ്? ഒരു തീരുമാനം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്തത്? പടപ്പുകളിലേക്ക് തിരിക്കുന്നത് കൊണ്ട്. കേട്ടോളൂ, ഒരു മുസ്ലിം പറയുകയാണ്, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി കാദിയാനി. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി കാദിയാനിയായി. കണ്ടോ? അപ്പോ അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാൽ ആ സഖാഫി പഴച്ചു മൂപ്പരോടെ. ഏത് സഖാഫി പറഞ്ഞാൽ ആ സഖാഫി പഴച്ചുന്ന. അപ്പൊ വേറൊരു സഖാഫി പറയുന്നത് കേട്ടോളൂ. ഇതേ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാണ്. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായം മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അവൻ കാഫറാണെന്ന് ഹുക്മു ചെയ്യപ്പെടും. പഠിച്ചോളി. അവൻ കാഫറാണെന്ന് ഹുക്മു ചെയ്യപ്പെടും. പഠിച്ചോളി. കണ്ടോ? അപ്പൊ മൂപ്പർക്ക് ശിർക്കാവൂല, കാഫിറാവുള്ളൂ. മറ്റാക്കോ ശിർക്കാവൂല എന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി പിഴച്ചു എന്നാ പറഞ്ഞത്. ഇയാള് പറയാണ് ശിർക്കാവൂല, കാഫിറാവും. അപ്പൊ വേറൊരു മുല്ലാര് പറയാണ്, അയാൾ എന്താ പറയുന്നത് കേട്ടോളൂ, കാഫിറാവൂല. മൂപ്പര് പറഞ്ഞ കാഫിറാവൂല. ബഹുമാനത്തിന് അതിരും വരവുമില്ല. എങ്ങനെ ബഹുമാനിക്കണം? എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യല് ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. സുജൂദ് ചെയ്യല് ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. ഇവരെ സംബന്ധിച്ച വിധി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അല്ല, ഇവര് മുത്തഖീങ്ങളാന്ന് നമ്മൾ പറയണോ? ഇവർക്ക് മുത്തഖീങ്ങളാണ്, മുഖ്ലിസീങ്ങളാന്ന് പറയണോ? ഇനി മൂന്നും കൂടെ ഒന്നിച്ച് കേട്ടോളൂ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി. ഇത് മൂന്നും കൂടെ കേൾക്കുമ്പോ
പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു. ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി ശിർക്കാവൂല, അവൻ കാഫറാണെന്ന് ഹുക്മു ചെയ്യപ്പെടും. പഠിച്ചോളി. സുജൂദ് ചെയ്യല് ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. സുജൂദ് ചെയ്യല് ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. അവൻ കാഫറാണെന്ന് ഹുക്മു ചെയ്യപ്പെടും. പഠിച്ചോളി. അതും കാഫിറാവൊന്നുമില്ല. സുജൂദ് ചെയ്യല് ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. പ്രശ്നമില്ല. കുറച്ച് നിർബന്ധം എന്ന് പറയും. ഇനി കുറച്ച് കഴിയുമ്പോൾ അല്ലാത്ത സുജൂദ് ചെയ്യൽ നിർബന്ധമാകുന്നു, ഫർലാകുന്നു. അങ്ങോട്ടാ പോണത്. അവിടെ ആ പോക്കാ ഞാൻ പറഞ്ഞത്. സുജൂദ് അള്ളക്ക് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ്. ഇവരെ ഞങ്ങൾ ന്യായീകരിക്കണോ? ഇവരെ മുത്തക്കുകളാക്കണോ? ഇവരിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിക്കാതെ അടങ്ങിയിരിക്കണോ? വായടക്കി നിൽക്കണോ? ഒരിക്കലും ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇനി അദ്ദേഹം ആദ്യം ആമുഖം, അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ആമുഖം, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആമുഖം, ഞങ്ങൾ മാത്രം മുഖ്ലിസും മുസ്ലിമും ആ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരും വേറുള്ളവരൊക്കെ മോശക്കാരും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചതെന്ന്. അല്ല, ഞങ്ങൾ നന്നാകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു, നിങ്ങളും നന്നാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അത് ഒരു മുഖ്ലിസിന്റെ മനസ്സാണ്, പ്രവാചകന്റെ മനസ്സാണ്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറയാണ്, മറ്റുള്ളവർ നന്നാകാൻ, മറ്റുള്ളവർ വിശ്വാസികളാകാൻ നബി അങ്ങയെ തന്നെ നശിപ്പിക്കുകയാണോ എന്ന് അള്ളാഹു പ്രവാചകനോട് ചോദിച്ചല്ലോ. സ്വയം നശിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി. ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളല്ലാതെ ആരെയും മുശ്രിക്കാക്കി കാഫറാക്കി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നടക്കുന്നവരല്ല. അത് ചെയ്യുന്നത് അവരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാള് നബിയെ അങ്ങയുടെ തിരുമുൽക്കാഴ്ച ഞങ്ങൾക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച ശിർക്കാവോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മന്ന സഹോദരങ്ങളെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാണോ? ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ എന്ന് പ്രാർത്ഥിക്കുന്നത്, അത് നബിയോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ശിർക്കാണ്, യാതൊരുവിധ സംശയമില്ല. യാ റസൂലല്ലാഹ് ഖുദ് ബിയദി എന്നുള്ള പ്രാർത്ഥന ആൾ തേടുകയാണ് നബി വിളിച്ചിട്ട്, അത് ശിർക്കാണ്, സംശയമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് അത് ചെയ്തിട്ടില്ല. മാത്രമല്ല, അങ്ങനെ അമ്പിയാക്കളോട് ചെയ്ത ആളുകള്, ഔലിയാക്കളോട് ചെയ്ത ആളുകള്, അവരെ ഇസ്ലാം വിമർശിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബിയോട് തേടിയവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ്, ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കരുത് എന്നാണ്. അത് ഇബ്രാഹിം നബിയോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് ആ ഇബ്രാഹിം നബിയോടുള്ള സ്നേഹവും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വവും നിർവഹിക്കുവാനുള്ള താല്പര്യവും കൊണ്ടാണ് പ്രവാചകൻ നിർവഹിച്ചത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഈ രൂപത്തിൽ തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ്, തെറ്റാണ്, യാതൊരുവിധ സംശയത്തിനും വകയില്ല. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിനാ വഖൂലു ഉൻദുർനാ. ഖുർആൻ പറയുന്നു, അല്ലാഹ് പറയുന്നു നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്നാണോ പറയുന്നത്? അല്ലാഹ് പറയാത്തത് അള്ളാന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹ് ശിർക്ക് ചെയ്യാൻ പറയുന്ന ആളാണ് എന്ന് നിങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നബിയെ താങ്കൾ ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ നോക്കണം. അത് താങ്കളോടാണോ പറയാൻ പറഞ്ഞത്? എന്ന് പറഞ്ഞ ആ പ്രയോഗം അത് താങ്കളും ചെയ്യണം, നിങ്ങളും ചെയ്യണം എന്ന അർത്ഥത്തിലാണോ? എങ്കിൽ പറഞ്ഞു തരാം, അവിടെ ഇരിക്കൂ. അതിന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞു. എന്താണ് ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചെന്ന് സംസാരിക്കുകയാണ്. നബിയോട് റായിന എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല, ഖുർആൻ വിലക്കിയതാണ്. ഉൻദുർന, നബി എന്നെ പരിഗണിക്കണം എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അത് മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ നബിയുടെ അടുക്കൽ ചെന്നാൽ ഉൻദുർന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം സഹാബികള് നാഴികക്ക് 40 വട്ടം അല്ലെങ്കിൽ ഒരു ദിവസം 3 വട്ടം ഉൻദുർന ഉൻദുർന എന്ന് പറഞ്ഞു നടന്നിട്ടുണ്ടോ? രേഖയുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അത് ചെയ്യാം, ഇപ്പോഴും ചെയ്യാം. നബി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുന്നിലുണ്ട്, നബിയോട് സംസാരിക്കണം. റായിന എന്ന് നബിയോട് സംസാരിക്കാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ വിശ്വാസികൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഞാനിപ്പോ ഉച്ചത്തിൽ പറഞ്ഞ നബിയുടെ ശബ്ദം എത്ര പരിധി, നബിയുടെ ശബ്ദത്തിന്റെ പരിധി എത്ര? അപ്പൊ അതിനേക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല. അപ്പൊ പിന്നെന്താ ഇപ്പൊ ചെയ്യാ? നബിയുടെ ശബ്ദം എത്ര അതിന്റെ ഉയരം? അപ്പൊ റസൂലുള്ളാഹിന്റെ മുന്നിൽ, നബിയുടെ മുന്നിൽ ചെന്നാൽ നബി സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. അത് റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നിയമമാണ്. അല്ലാതെ ഒരാൾ ബാംഗ്ലൂരിലാണുള്ളത്, നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിചാരിക്കാം നബി ബാംഗ്ലൂരിലുള്ളത്, അവിടുന്ന് അയാൾ നബിയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണോ? അല്ല. അപ്പൊ ഒരായത്തിനെ മനസ്സിലാക്കുമ്പോൾ ആ ആയത്തിലുള്ള അർത്ഥം, അതിന്റെ വിശദീകരണം, അതിന്റെ സബബുൻ നുസുൽ, അതിന്റെ പശ്ചാത്തലം ഇത് മനസ്സിലാക്കി അർത്ഥം പറയണം. നിങ്ങൾ പറഞ്ഞ അർത്ഥം ലോകത്തിൽ മുഫസ്സിർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഖുർആൻ സ്വന്തം വ്യാഖ്യാനം പറയല്ലേ, അർത്ഥം പറയല്ലേ? എങ്കിൽ ആ തഫ്സീർ നിങ്ങൾ പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിച്ചതിന് ശേഷവും യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വാസികളെ ഉൻദുർന എന്ന് പറയണം, തഫ്സീർ പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഇത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രമാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ വിശദീകരിച്ച വിശദീകരണം ഏതെങ്കിലും ഒരു തഫ്സീറിലുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചാലും. അപ്പൊ ഇല്ല എന്ന് മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞ വിശദീകരണം ഇല്ല എന്ന് മനസ്സിലായി. അവിടെ ഇരിക്കൂ. ഞാൻ പറഞ്ഞില്ല അവിടെ ഇരിക്കൂ. തീർന്നില്ല. അവിടെ ഇരിക്കൂ. നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വിശദീകരണം ഇല്ല എന്ന് മനസ്സിലായി. ഞാനൊരു വിശദീകരണം പറഞ്ഞു. ഞാനൊരു ആയത്തിന്റെ ഒരു വിശദീകരണം പറഞ്ഞു. ആ ഒരു വിശദീകരണം ലോകത്ത് തഫ്സീർ എഴുതിയ മുഴുവൻ ആളുകളും പറഞ്ഞ വിശദീകരണമാണ്. ഇമാം ഇബ്നു ജരീർ തബരി മുതൽ, ഇമാം ഖുർത്തുബി മുതൽ, അതുപോലെ തന്നെ റാസി മുതൽ, അതുപോലെ തന്നെ ആലൂസി മുതൽ, അവിടെ നിങ്ങോട്ട് ജലാലുദ്ദീൻ സൂത്തി മുതൽ, ജലാലുദ്ദീൻ മഹല്ലി മുതൽ, അവിടെ നിങ്ങോട്ടുള്ള പൂർവ്വസൂരികളായ മുഫസ്സിറുകൾ പറഞ്ഞ വ്യാഖ്യാനമാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വ്യാഖ്യാനം, നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം ലോകത്തൊരു മുഫസ്സിറും പറഞ്ഞിട്ടില്ലാത്ത വ്യാഖ്യാനമാണ്. അത് ഈ അടുത്ത സമയത്ത് ചില ആളുകൾ കക്കാടിന്റെ തരീക്കത്ത് പറ്റില്ലെന്ന കക്കാടിന്റെ ശൈഖാണ് ആദ്യമായി ഇത് പറഞ്ഞത്. ഈ ആയത്തെ ദുർവ്യാഖ്യാനം, ഇതൊക്കെ പോട്ടെ, വേറൊരു വിഷയമാണ്. ആ രൂപത്തിൽ ചില തരീക്കത്തിന്റെ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വ്യാഖ്യാനം അത് തേടിപ്പിടിച്ച് അതൊരു വലിയ വ്യാഖ്യാനമായി കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്നല്ലാതെ ആയത്തിന്റെ പശ്ചാത്തലം പറഞ്ഞ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായി എന്താണ് അവിടുത്തെ വിഷയമെന്ന്. ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ മഖ്ദൂമി അദ്ദേഹം വ്യക്തമാക്കി ആയത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കണമെന്ന് നബി പറഞ്ഞു, അല്ലാഹ് കൽപ്പിച്ചു. നബിയോട് പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹ് കൽപ്പിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രൂപത്തിൽ വിപൽഘട്ടങ്ങളിൽ സഹായം തേടണമെന്ന് അല്ലാഹ് കൽപ്പിച്ചോ? ഇല്ല, അല്ലാഹു കൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല അതേ ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവുമില്ല. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവല്ലാത്ത ഇലാഹുകളോട് ദുആ ചെയ്യുന്നവർ, ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവും അവർക്കില്ല. ഒരാളോട് പ്രാർത്ഥിച്ചാൽ അയാൾ ഇലാഹാക്കലാണ്, ഒരാളോട് ദുആ ചെയ്താൽ അയാൾ ഇലാഹാക്കലാണ്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാന്യ സഹോദരൻ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ പറഞ്ഞില്ല, പഠിപ്പിച്ചില്ല. ജൂതന്മാർ നബിയുടെ അടുക്കൽ വരുമ്പോൾ റായിന എന്ന് പറയും. അവർ മാറി നിന്ന് റായിന പറയുന്നതിനെ പറ്റിയല്ല. ജൂതന്മാർ നബിയുടെ മുന്നിൽ വന്ന് നബിയോട് റായിന എന്ന് പറയും. അപ്പൊ വിശ്വാസികൾ അത് കേട്ട് റായിന എന്ന് പറയും. ആ സന്ദർഭത്തിൽ അത് പറഞ്ഞു, നബിയോട് സംസാരിക്കുമ്പോൾ റായിന എന്ന് പറയരുത്, ഉൻദുർന എന്ന് പറയാ. കാരണം അതിന് മൂടന് അർത്ഥം ഒരു ദുരുദ്ദേശമുണ്ട്. അത് നബിയുടെ മുഖത്ത് നോക്കി വിളിക്കാൻ പാടില്ല, നബിയെ കുറിച്ച് അങ്ങനെ സൂചിപ്പിക്കാൻ പാടില്ല, നബിയെ കുറിച്ച് പറയാൻ പാടില്ല, നബിയെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ പറയാൻ സംസാരിക്കാൻ പാടില്ല. അതിനപ്പുറമാണ് ആ ആയത്തിനെ നിങ്ങൾ കൊണ്ടുപോയത്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ വ്യക്തമായ പച്ചക്കള്ളം വെച്ചുകെട്ടുകയാണ് ചെയ്യുന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു തഫ്സീറിന്റെ കിതാബ് നിങ്ങൾ ഇപ്പോൾ ഉദ്ധരിക്കാൻ തയ്യാറുണ്ടോ? അതൊന്ന് വിശദീകരിച്ചാലും. അത് റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് മാത്രമാണ് ബാധകം, അത് മറ്റുള്ളവർക്കല്ല എങ്കിൽ മറ്റു ഒരുപാട് ആയത്തുകളെയും അതുപോലെ വിശദീകരിക്കേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാ, സത്യവിശ്വാസികളെ നിങ്ങൾ തഖ്വ ചെയ്യൂ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമാണോ എന്നൊക്കെ പലതുമായ സംശയങ്ങളും ഉണ്ടാകും. അതിനുള്ള അവസരങ്ങളല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു തഫ്സീറിന്റെ കിതാബ് നിങ്ങൾ ഉദ്ധരിക്കണമെന്ന്. ആവശ്യമില്ലാത്ത കാര്യത്തിന് തഫ്സീർ ഉദ്ധരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? പറയുന്നത് കേട്ടോളൂ, കാരണം കേട്ടോളൂ. ആ നിയമം എനിക്കും ബാധകമാണ്. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഞാൻ ചെല്ലുകയാണ്, നബിയോട് എന്തെങ്കിലും ഒന്ന് ഇടക്കേറി സംസാരിക്കല്ല. എന്തിനാ ഇടക്കേറി സംസാരിക്കണ? നബിയുടെ അടുക്കൽ ഞാൻ ചെല്ലുകയാണ്, നബിയോട് റായിന എന്ന് പറഞ്ഞുകൂടാ, റായിന എന്ന് പറഞ്ഞുകൂടാ. എന്റെ നബിയെ ഞാൻ കാണും ഖിയാമത്ത് നാളിൽ, അപ്പോഴും നബിയോട് റായിന എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് റായിന എന്ന് പറഞ്ഞുകൂടാ. എനിക്കും ആ നിയമം ബാധകം തന്നെയാണ്. നബിയെ കാണുമ്പോൾ, നബിയുടെ അടുക്കൽ സംസാരിക്കുമ്പോൾ, റസൂലുള്ളാഹിയോട് സംസാരിക്കുമ്പോൾ റായിന എന്ന് നബിയോട് പറയാൻ പാടില്ല. അപ്പോ ഉൻദുർന എന്നാണ് നബിയോട് പറയാൻ പറ്റുക. മനസ്സിലായോ? അപ്പോ അത് ആമായ പ്രയോഗമാണ്, എല്ലാവർക്കും ഉള്ള പ്രയോഗമാണ്. ആ പ്രയോഗം നടപ്പിലാക്കുക എന്നുള്ളതാണ്.
ആ പ്രയോഗം നടപ്പിലാക്കുന്നത് എങ്ങനെ? അള്ളാഹ് പറഞ്ഞതുപോലെ നബിയോട് സംസാരിക്കേണ്ടി വരുമ്പോൾ റായിന എന്ന്, നബിയെ എന്നെ ഒന്ന് നോക്ക് എന്ന് നബിയോട് പറയാ. നബി ഉള്ളപ്പോൾ അസഹാബികൾ അത് പറഞ്ഞത്, ജൂതന്മാരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല വസ്മഉ, അതിന്റെ തോട്ടിൽ തന്നെ ഉണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നു. നബി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ചെന്നിട്ട് നബിയോട് സംസാരിക്കുമ്പോൾ റായിന എന്ന് ഞാനും പറഞ്ഞുകൂടാ, നിങ്ങളും പറഞ്ഞുകൂടാ, ഒരാളും പറഞ്ഞുകൂടാ. നേരെ മറിച്ച് നബിയോട് സംസാരിക്കുമ്പോൾ ഉന്നൂർന എന്ന് പ്രയോഗിക്കുക. അത് എപ്പോഴാണ്? ഇപ്പൊ ഞാൻ മരിച്ചിട്ട് റസൂലിനെ കാണുമ്പോഴും റായിന എന്ന് നബിയോട് പറയരുതെന്നാണ്. ഉന്നൂർന എന്ന് പറയും. അവിടെ നിയമം എനിക്ക് ബാധകമാണ്. കാലത്ത് മാത്രമാണ് അത്, ഇപ്പോൾ പാടില്ല എന്നതിന് വല്ല തെളിവുകളുമുണ്ടോ, വല്ല ഹദീസുകളുമുണ്ടോ, വല്ല കിതാബുൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അത് റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് മാത്രമാണ് ബാധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സംശയം തീർന്നു. കൃത്യമായി അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യം പഠിപ്പിച്ചു തന്നു, സഹാബത്ത് അത് ചെയ്ത് കാണിച്ചു തന്നു. ആ സഹാബത്ത് തന്റെ ജീവിതത്തിൽ പ്രവാചകനോട് സംസാരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഉന്നൂർന എന്ന് പറഞ്ഞില്ല. പറഞ്ഞു നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? തെളിയിക്കാൻ കഴിയില്ല. തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കാൻ കഴിയില്ല. സഹാബത്ത് മുതൽ താബികൾ മുതൽ തബൗതാബികൾ മുതൽ ഒരാളും അത് മനസ്സിലാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉന്നൂർന എന്ന് നബിയോട് പറയണം എന്ന് പറഞ്ഞ ആളാരാ? ഈ ആയത്തിന് ഇമാം ഷാഫി കണ്ടു. ഇമാം ഷാഫി പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖുർആനിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അവർ വിധി പറയൂലേ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരാകണം അല്ലാഹ് പറഞ്ഞു. തഖ്വ എന്താണ്, എങ്ങനെ പാലിക്കണം, എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണം പഠിപ്പിച്ചില്ലേ? ഇതുപോലെ വിശുദ്ധ ഖുർആൻ ഉന്നൂർന എന്ന് പറയണം. എപ്പോൾ പറയണം, എപ്പോഴെല്ലാം പറയണം, എവിടെ വെച്ചെല്ലാം പറയണം? പറഞ്ഞോ? ഷാഫി ഇമാം പറഞ്ഞോ? ഹനഫി ഇമാം പറഞ്ഞോ? ഹംബലി ഇമാം പറഞ്ഞോ? മാലിക് ഇമാം പറഞ്ഞോ? ആരാ പറഞ്ഞത് ഉന്നൂർന നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന്? ഏത് ഇമാമ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവരൊക്കെ മനസ്സിലാക്കിയത് നബിയോട് അഭിമുഖം സംസാരിക്കുമ്പോൾ റായിന എന്ന് പറഞ്ഞുകൂടാ, ഉന്നൂർന എന്ന് പറയണം. കാരണം ജൂതന്മാർക്ക് കൂടെ ഉദ്ദേശമുണ്ട്. നബിയുടെ അസ്സലാമു അലൈക്കും അവർ പറയായിരുന്നു. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, തൊലയട്ടെ നശിക്കട്ടെ എന്ന അർത്ഥത്തിൽ പറയായിരുന്നു. ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം ജൂതന്മാര് നടത്തുമായിരുന്നു. വസ്മ ഓര മുസ്മ എന്ന് പറയുമായിരുന്നു. ഖുർആൻ പറഞ്ഞു അതൊന്നും ജൂതന്മാര് പറയുന്ന പോലെ പറയരുത്. അതാണ് എന്റെ ചുരുക്കം. ഖുർആൻ പറഞ്ഞു യഹൂദികൾ യഹൂദികൾ പറയുന്നത് പോലെ റായിന എന്നോ വസ്മ ഓര മുസ്മ എന്നോ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റായിന ഈ രൂപത്തിലുള്ള പ്രയോഗം ദ്വയാർത്ഥ പ്രയോഗം നടത്താൻ പാടില്ല. നേരെ മറിച്ച് നിങ്ങൾ ഏറ്റവും നല്ല നിലയിലുള്ള ഈ പറഞ്ഞ പ്രയോഗം പ്രയോഗിക്കൂ. വന്നൂർന, അതിന് ദ്വയാർത്ഥമില്ല, നേർക്കുനേർ അർത്ഥമേ ഉള്ളൂ. ഇത് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത മാതിരി കോമൺ സെൻസ് ഉള്ളവർക്ക് അത് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ലോകത്ത് കഴിഞ്ഞു പോയ മുഫസ്സിറുകൾ, അതിന് വ്യാഖ്യാനിച്ച ആളുകൾ, അവരാരും പറഞ്ഞില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നൂർന എന്ന് പറയണം, എത്ര വട്ടം പറയണം, എവിടെ വെച്ചെല്ലാം പറയണം എന്നൊന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇത് നബിയോട് പാലിക്കേണ്ട മര്യാദ. നബിയുടെ മേൽ ശബ്ദമുയർത്താൻ പാടില്ല, നബിയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്താൻ പാടില്ല. എവിടെ വെച്ച്? നബിയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നബിയോട് സംസാരിക്കും. അത് ആ നിയമമാണ്. അപ്പൊ ഓരോന്നും മനസ്സിലാക്കേണ്ട കോലത്തിൽ മനസ്സിലാക്കണം, അല്ലാതെ ദുർവ്യാഖ്യാനിക്കരുത് എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ദുർവ്യാഖ്യാനം ഇപ്പോൾ നിങ്ങളാണ് ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് മാത്രമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ വിവരിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാനിവിടെ വളരെ വ്യക്തമായി ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നും മാന്യ സഹോദരങ്ങളെ, ഞാൻ ഒന്നും വായിച്ചു തന്നില്ലല്ലോ. നേരെ മറിച്ച് അബ്ദുറഹ്മാൻ മഖ്ദൂമി, അദ്ദേഹം ഒരിക്കലും മുജാഹിദല്ലല്ലോ, മുജാഹിദല്ലാത്ത സമസ്തക്കാരനായ ഒരാൾ എഴുതിയ പരിഭാഷ മലയാളത്തിലുള്ളത്, അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചെന്ന്. ദുർവ്യാഖ്യാനിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു? ദുർവ്യാഖ്യാനിക്കാൻ വല്ലതുമുണ്ടോ? ഇതിനപ്പുറം വേറൊന്നും വേണ്ട. ഞാൻ കൂടുതൽ പറയണ്ട, നിങ്ങളും പറയണ്ട. ഇതിപ്പോ അബ്ദുറഹ്മാൻ മഖ്ദൂമി തിരുരങ്ങാടി വലിയ കാലിയായിരുന്നു. കേട്ടോളൂ. ജൂതന്മാർ പ്രകടിപ്പിച്ചിരുന്ന ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കുകയും സത്യവിശ്വാസികൾ അത് അനുകരിക്കരുതെന്ന് ഉണർത്തുകയുമാണ് ഈ സൂക്തത്തിൽ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നബിയോട് ഉന്നൂർന എന്ന് പറഞ്ഞിടക്കലല്ല. മനസ്സിലായോ? നബിയോട് ഉന്നൂർന എന്നിങ്ങനെ പറഞ്ഞിടക്കലല്ല. നേരെ മറിച്ച് ജൂതന്മാർ പ്രകടിപ്പിച്ചിരുന്ന ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കുകയും സത്യവിശ്വാസികൾ അത് അനുകരിക്കരുതെന്ന് ഉണർത്തുകയുമാണ് ഈ സൂക്തത്തിൽ ചെയ്തിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേൾക്കാനെന്ന വ്യാജേന ജൂതന്മാർ നബി സന്നിധിയിൽ ഹാജരായി റായിന, ഞങ്ങളെ പരിഗണിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ജൂതന്മാരുടെ ഭാഷയായ ഹിബ്രു അഥവാ അബ്രാനിയിൽ വിഡ്ഢി എന്നർത്ഥമാണ് റായിന എന്ന പദത്തിനും. അതായിരുന്നു ജൂതന്മാർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. നബി തിരുമേനിയെ പരിഹസിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അള്ളാഹു ഇക്കാര്യം മുസ്ലിങ്ങളെ അറിയിച്ചു, നിങ്ങൾ ദുരർത്ഥമുള്ള റായിന എന്ന പദം പ്രയോഗിക്കരുത്, ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം അർത്ഥമുള്ള ഉന്നൂർന എന്ന പദം പ്രയോഗിച്ചാൽ മതി. നബിയുടെ ഉപദേശം സശ്രദ്ധം കേൾക്കുകയും വേണം. ഇതൊന്നും ഗൗനിക്കാത്ത സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. ഗൂഢമായി പോലും നബി തിരുമേനിയെ പരിഹസിക്കുന്നതിനെതിരെയാണ് ഇവിടെ താക്കീത് ചെയ്തിരിക്കുന്നത്, അല്ലാതെ നബിയോട് പ്രാർത്ഥിക്കലല്ല.
മനസ്സിലായോ? ഇത് മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആളോട് പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ട് എന്താ മനസ്സിലാകുക? അപ്പോ അവൻ തീരുമാനിക്കണം എന്ത്, ഇത് അള്ളാഹിന്റെ കലാമാണ്, ഇതെന്റെ ദുർബുദ്ധി കൊണ്ട് ഞാൻ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് സ്വന്തമായി തീരുമാനിക്കല്ലാതെ വേറൊരു മരുന്നും അതിനില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് മലയാളത്തിലാണ് പറഞ്ഞത്. ബോധമുള്ളവർക്ക് ആ വിഷയം മനസ്സിലായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എനിക്ക് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യകർത്താവിനോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചോളൂ, സംശയം തീരുന്നവരെ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നിൽ വന്നവർക്ക് വേണ്ടി നിങ്ങൾ ഞാൻ പറഞ്ഞു സോറി ഞാൻ മോഡറേറ്റർ നിൽക്കുന്ന ഇടപെടാണ്. ഞാൻ ഇവരാരും ഇടപെടാനുള്ളതോ സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഇടപെടുന്നത്. ഞാൻ പറഞ്ഞു സൗകര്യം പോലെ നമ്മുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാം. 10:30 മണി വരെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ആ ഉദ്ദേശശുദ്ധി കൊണ്ടാണ് 15 മിനിറ്റ് 20 മിനിറ്റോളപ്പം നീട്ടി. ഇപ്പം 49 അതിന് സൗകര്യപൂർവ്വം നമ്മൾ വളരെ ഗുണകരമായി പോവുകയാണെങ്കിൽ നമുക്ക് സൗകര്യം പോലെ നീട്ടാം. അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് സൗകര്യം പോലെ ചോദിക്കാൻ നമ്മളോട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മറുപടി വരാനുള്ള അർത്ഥമല്ല പറഞ്ഞതെന്ന് സാമാന്യ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. എനിക്ക് സംശയം തീരുന്നത് വരെ ചോദിക്കാൻ അവസരം തരൂ ഇല്ലേ? എനിക്കറിയേണ്ടത് അതാണ്. മോഡറേറ്റർ പറയട്ടെ മറുപടി. സ്വാഭാവികമായ ഉത്തരം ജനങ്ങൾക്ക് കൃത്യമായിട്ട് പറയാവുന്നതാണ്. നിങ്ങൾക്ക് സംശയം തീരുന്നവരെ ചോദ്യം തന്നെ. ഇവിടെ ആൾക്ക് ജോലിക്ക് പോകണം, ഉറങ്ങണം, ഇവിടെ നിയമമുണ്ട്. 11 മണിക്ക് കൂടുതൽ പരിപാടി നടത്താൻ പറ്റില്ല. ചോദ്യുന്നവരെ ചോദ്യം തരാൻ പറ്റുമോ? ഇത് ഇവിടെ നമ്മളെ സെന്റർ 24 മണിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നോളി. താൽക്കാലികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായ ചോദ്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലാണ്ട് ഒരു സംവാദത്തിനുള്ള വേദിയല്ല. നമുക്ക് വേറെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയിട്ട് വേറെ ശരിയിലിരുന്ന് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദ്യരൂപത്തിൽ ചോദിക്കുക. അതിന് മറുപടി ഇവിടെ നമ്മുടെ സമയപരിധി വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ചോദ്യരൂപത്തിൽ ചോദിക്കുന്ന സംശയങ്ങൾ തീരുന്നത് വരെ അവസരം തരൂല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. പക്ഷേ നിങ്ങൾക്ക് ഹിദായത്ത് തരേണ്ട അള്ളയാണ്. അത് ഗ്യാരണ്ടി തരാൻ നമുക്ക് കഴിയില്ലല്ലോ. പക്ഷേ മറ്റൊരു കാര്യം, പിന്നെ നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്ന് നിങ്ങൾ ഇവിടെ എത്ര വിശേഷിച്ചാൽ ഒരു പക്ഷെ നിങ്ങൾ സമ്മതിച്ചോളുന്നില്ല. അബൂജഹലും സമ്മതിച്ചിട്ടില്ല. മോയിസത്ത് നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉണ്ടായിരുന്ന അള്ളാഹു റസൂലുള്ളാഹിയുടെ വെളിപ്പെടുത്തിയ മോയിസത്തുകൾ നേരിട്ട് കണ്ട അബൂജഹൽ പോലും എന്ത് ചെയ്തിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അള്ളയാണ് ഹിദായത്ത് തരേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുക. ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ട് മറുപടി തരണമെന്നൊരു ചോദ്യത്തിലേക്ക് കടക്കൂ സുഹൃത്തെ. ആയിക്കോട്ടെ, ആ സമയം വെറുതെ നഷ്ടപ്പെടുത്തണം. ഇനി പറയട്ടെ. ഇപ്പോ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന്റെ അനസ് മൗലവി തഫ്സീർ ഒരുപാട് തഫ്സീറുകൾ എണ്ണിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ളവർക്ക് മാത്രമായിരുന്നു എന്ന് പറയുന്ന ഒരു തഫ്സീർ ഒന്ന് വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ളവരോട് മാത്രമാണ് ഉൻനുർന എന്ന് പറയാൻ പഠിപ്പിച്ചതെന്ന് പറയുന്ന ഒരു തഫ്സീർ ഒന്ന് വായിക്കുക. ആ തഫ്സീർ വായിക്കാൻ മടി കാണിക്കരുതെന്ന് വിനയപൂർവ്വം ഞാൻ ആവശ്യപ്പെടുന്നു. ഇല്ലാത്ത ഒരു കാര്യത്തിന് തഫ്സീർ വായിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കൂ. ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കൂ. ചോദ്യം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക. ഇല്ലാത്ത ഒരു കാര്യത്തിന്, ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് തഫ്സീർ വായിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അത് തഫ്സീർ വായിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ വിധി അല്ലെങ്കിൽ ഈ നിയമം മൻസൂഹാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന അവസ്ഥയിൽ മുഴുവനും ഈ നിയമം ബാധകമാണ്. എനിക്കും ഈ നിയമം ബാധകമാണ്, താങ്കൾക്കും ഈ നിയമം ബാധകമാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നമുക്ക് പോകേണ്ടി വന്നാൽ, നബിയുമായി സംസാരിക്കേണ്ടി വന്നാൽ റാഇന എന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്തരുത്. നബിയെ പരിഹസിക്കുന്ന പ്രയോഗം നേരത്തെ ഹസന് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്ന പ്രയോഗം, ആ പ്രയോഗം നടത്താൻ പാടില്ല. മനസ്സിലായോ? അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്ന പ്രയോഗം നടത്താൻ പാടില്ല. അള്ളാഹിനെ പരിഹസിക്കുന്ന പ്രയോഗം നടത്താൻ പാടില്ല. മനസ്സിലായോ? അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കരുത് എന്നതിന്റെ അർത്ഥം. അത് നിങ്ങളും പരിഹസിക്കരുത്, ഞാനും പരിഹസിക്കരുത്, ഒരുത്തരും പരിഹസിക്കരുത്. അതെനിക്ക് ബാധക. അതുകൊണ്ട് ഞാൻ ഇല്ലാത്തതിന് തഫ്സീർ വായിക്കണോ? നബിയെ പരിഹസിക്കരുത് എന്നാണ് ആയത്തിന്റെ ഉദ്ദേശം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇന വഖൂലൂ ഉൻദുർന എന്ന് പറഞ്ഞാൽ നബിയെ പരിഹസിക്കാൻ പാടില്ല, പരിഹസിക്കുന്ന പ്രയോഗം നടത്താൻ പാടില്ല. അത് നബിയുടെ കാലത്തേക്ക് മാത്രമാണോ? അല്ല, എനിക്കും അത് ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. പിന്നെ നബിയുടെ കാലത്തേക്ക് മാത്രമേ തഫ്സീർ വായിക്കേണ്ടതില്ല. അത് ആ കാലഘട്ടത്തിലേക്ക് മാത്രമാണെങ്കിൽ വായിച്ചാൽ പോരെ. എനിക്കും ബാധകം, നിങ്ങൾക്കും ബാധകം.
പരിഹസിക്കാൻ പാടില്ല, പരിഹസിക്കുന്ന പ്രയോഗം നടത്താൻ പാടില്ല. നബിയോട് സംസാരിക്കണമെന്നാൽ റായിന എന്ന് പറയാൻ പാടില്ല. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ യാ റസൂലല്ലാഹ് ഉൻദുർന, യാ റസൂലല്ലാഹ് ഉൻദുർന എന്ന് പറഞ്ഞു നടക്കണം അതിനർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം യാ റസൂലല്ലാഹ് ഉൻദുർന എന്ന് അദ്ദേഹം പറഞ്ഞത് തെളിയിക്കാമോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ വഫാത്തിന് ശേഷം ജീവിച്ചത്, ആയത്തറിയുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് ഉൻദുർന എന്ന് പറഞ്ഞത് തെളിയിക്കാൻ പറ്റോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തി തെളിയിക്കാൻ പറ്റോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് ഉൻദുർന എന്ന് പറഞ്ഞത് തെളിയിക്കാൻ പറ്റോ? ഇല്ല. എന്നാൽ നിയമം മൻസൂഹാണോ? അല്ല. കാരണം റസൂലുള്ളാഹിയെ പരിഹസിക്കുന്നത് യഥാർത്ഥ പ്രയോഗം നേരത്തെ ചില മുസ്ലിയാക്കന്മാർ നടത്തിയതുപോലെ നടത്താൻ പാടില്ല. ആ നിയമം എനിക്കും ബാധകം, നിങ്ങൾക്കും ബാധകം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം അസ്ഥാനത്ത് ഈ ജാതി ചോദ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ എത്ര നേരം ചോദിച്ചിട്ട് എന്താ? ഈ ജാതി ചോദ്യമാണെങ്കിൽ അർത്ഥമില്ലാത്ത ചോദ്യമാണത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ അത് ഇക്കാലത്തുള്ളവർക്ക് ബാധകമല്ല, മുശ്രിക്കുകൾക്ക് മക്കാം ആ കാലത്തുണ്ടായിരുന്നവർക്ക് ബാധകമാണെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഈ സദസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇതില് ഇവിടെ ബഹുമാന അനസ് മൗലവി വളരെ കൃത്യമായി അതിന്റെ സബബുൻ നുസൂൽ വിശദീകരിച്ചു. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? എന്റെ ചോദ്യത്തിന് മറുപടി പറയാം. എന്റെ ചോദ്യത്തിന് അവിടുന്ന് മറുപടി എങ്ങോട്ട് ചോദിച്ചാൽ ചിലപ്പോ മറുപടി ചോദ്യ സ്വരത്തിലും വേണ്ടി വരും, ചിലപ്പോ അത് വേണ്ടി വരും. അങ്ങനെയാണ്. ചിലപ്പോ ചോദ്യ രൂപത്തിൽ മറുപടി പറയേണ്ടി വരും. അതാണ് ഈ ഇവിടെ അനസ് മൗലവി വിശദീകരിച്ച ആ സബബുൻ. നിങ്ങൾ കേൾക്കൂ സുഹൃത്തെ, നിങ്ങൾ പിന്നെ എങ്ങനെ ഹിദായത്ത് കിട്ടുക? അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹ് ഹിദായത്ത് തരട്ടെ, അള്ളാഹ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ കേൾക്ക്, എന്നിട്ട് പറ. ഇത് പറ. നിങ്ങൾക്ക് അവസരം തരും. ഇത് എന്റെ സംസാരം കഴിഞ്ഞ് നിങ്ങൾക്ക് അവസരം തരാൻ പോവാണ്. അത് ഞങ്ങൾ ഇവിടെ ആരും ഞങ്ങൾ തീരുമാനിക്കുക ആരാ സംസാരിക്കാന്നുള്ളത്. നിങ്ങളല്ല. അത് ഇവിടെ ഭാരവാഹികൾ കമ്മിറ്റി പ്രസിഡന്റിലാളുണ്ട്. ഇത് നിങ്ങൾ കേൾക്ക്. ഇവിടെ കേൾക്ക് സുഹൃത്തെ, ഇവിടെ വിശദീകരിക്കപ്പെട്ട ആ ഉൻദുർന എന്ന് നിങ്ങൾ പറഞ്ഞ ആയത്തിന്റെ സബബുൻ നുസൂൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? മുസ്ലിയാർ പറ. ഉണ്ടോ ഇല്ലേ? അതെ, അത് തന്നെയാണ്. നിങ്ങൾ വലിയ ഊക്കിൽ വന്നതായിരിക്കും, പക്ഷേ തെളിവുകളുടെ പിൻബലമില്ല. നിങ്ങൾക്കെന്നല്ല, ഏത് വലിയ മുസ്ലിയാക്കന്മാർ വന്നാലും ഈ തൊപ്പിയിൽ അതിനപ്പുറത്ത് വെച്ചാലും ശരി, ഒരു മുസ്ലിയാർക്കും തെളിയിക്കാൻ കഴിയില്ല. എന്ത്? ഈ പറഞ്ഞ ആയത്തിന് ഇവിടെ അസ്മലി ചോദിച്ചില്ലേ, ഈ ആയത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സ്വഹാബികൾ അവിടത്തെ വഫാത്തിന് ശേഷം ഉൻദുർന എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തില് രോഗം വന്നപ്പോ, വിഷമങ്ങൾ വന്നപ്പോ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വന്നപ്പോ, ദാരിദ്ര്യം വന്നപ്പോ, പട്ടിണി വന്നപ്പോ യാ റസൂലല്ലാഹ് ഉൻദുർന എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ആ സുഹൃത്ത് ചോദിച്ച പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചതുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചതുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചതുണ്ടോ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചതുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി ചോദിച്ചതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി നിലനിൽക്കുകയാണ്. ആ സബബുൻ നുസൂൽ നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലേ? പറ. ഞാൻ ചോദിച്ച ചോദ്യമല്ല, നിങ്ങളുടെ ആ സബബുൻ നുസൂൽ ഇവിടെ അനസ് മൗലവി വിശദീകരിച്ച ആ ആയത്തിന്റെ സബബുൻ നുസൂൽ, അതിന്റെ അവതരണ പശ്ചാത്തലം പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടില്ലേ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ഒരു യെസ് ഓർ നോ പറയാനേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ നിങ്ങൾ വിശദീകരിക്കണ്ടില്ല? ഞാൻ ചോദിച്ചാൽ അതെ, ഓക്കെ. ഇത് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാണ്. ശ്രദ്ധിക്ക്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാണ്. അതിന്റെ ഇടയ്ക്ക് ഈ പശ്ചാത്തലം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അത് ഇടയ്ക്ക് ചോദിച്ചതാണ്. അത് പറഞ്ഞ് ബാക്കി എനിക്ക് പറയണ്ട. അതിനാണ് ഞാൻ ചോദിച്ചു, അതിന് നിങ്ങൾ മറുപടി അറിയാം. നിങ്ങൾ ഇത് പറ. നിങ്ങൾ എസ്വറിന്റെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത് ഈ വിഷയത്തിൽ ഈ സബബുൻ നുസൂൽ അംഗീകരിക്കുന്നോ ഇല്ലേ? അത് പറ. ഞാൻ മറുപടി അംഗീകരിച്ച നിങ്ങളുടെ വാദം പൊളിഞ്ഞ് പാളീസായി സുഹൃത്തെ. വിഷയം ഇത് പറയൂ. എന്റെ ചോദ്യത്തിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അതിന് ഒരു മറുപടി ഇത് നിങ്ങൾ അംഗീകരിക്കുന്നത് പറയാൻ തടസ്സം. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളിവിടെ വിശദീകരിച്ചു. ആ ആയത്തിന്റെ പശ്ചാത്തലം വായിച്ചാൽ പിന്നെ തഫ്സീർ വായിക്കേണ്ട ഇല്ലല്ലോ. എന്ത് അതിനങ്ങോട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ ചോദിച്ചത്? നിങ്ങൾ ആര് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ പറയുള്ളൂ. നിങ്ങൾ പറയും ഈ വിഷയത്തില് ഇവിടെ പറഞ്ഞ സബബുൻ നുസൂൽ അംഗീകരിക്കുന്നോ ഇല്ലേ? പറയേ. മനുഷ്യന്മാര് ലോകത്തിന്റെ പല രാജ്യങ്ങളും കേൾക്കുന്നുണ്ട്. മുസ്ലിയാരെ കേൾക്കുന്നുണ്ട്. ആലോചിച്ച് പറഞ്ഞോളൂ ഇത് ബൈലക്സിലൂടെ മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട്.
അതുകൊണ്ട് ശരിക്കും ആലോചിച്ച് പറഞ്ഞാൽ മതി, ഈ സബബുൻ നുസൂൽ നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലേ? ആൻസർ നിങ്ങൾ തരുന്നുണ്ടോ ഇല്ലേ? അബൂജാഹിലും പറഞ്ഞത് മറുപടി കിട്ടിയിട്ടില്ല എന്നാണ്. നിങ്ങളും അതേ പറയുള്ളൂ. ഈ വിഷയത്തില് നിങ്ങൾ ഇവിടെ വളരെ കൃത്യമായി വ്യക്തമായി സബബുൻ നുസൂൽ വിശദീകരിച്ചു. നിങ്ങൾ അംഗീകരിക്കണ്ടോ ഇല്ലേ? പറ, നിങ്ങൾ ഇത് പറ. ഇതല്ലേ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് വന്നിട്ട് തർക്കിക്കണമെന്നേ ഉള്ളൂ, അല്ല സത്യം മനസ്സിലാക്കാൻ ആഗ്രഹത്തോടെ വന്നതല്ല അല്ലേ? ഇതൊന്ന് പറയുന്ന ആൾക്കാർ ഇത് പറഞ്ഞ പ്രസിദ്ധീരല്ലോ, ആരുടെ വൈകാരിക പറയാൻ കഴിയൂല നിങ്ങൾക്ക്. മാത്രല്ല മഖ്ദൂമിയുടെ പരിഭാഷ അവിടെ വായിച്ചു. ഇത് മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട് മുസ്ലിയാരെ, ഇത് മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട്. മഖ്ദൂമിന്റെ പരിഭാഷ വായിച്ചു. ആ ആയത്തിന്റെ സബബുൻ നുസൂൽ പറഞ്ഞു. ഇത് നിങ്ങൾ അംഗീകരിക്കണില്ലെങ്കിൽ പിന്നെ എന്ത് മുസ്ലിയാരാ നിങ്ങള്? ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മൂപ്പര് യെസ് ഓർ നോ ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞതിന് ശേഷം മൂപ്പർ ചോദിക്കുന്ന ചോദ്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആ രൂപത്തിലാണെങ്കിൽ ഓക്കെ, ബാക്കിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാൻ മൂപ്പര് ഇത് അവരെ മാത്രം ബാധിക്കുന്നതാണെന്ന് തഫ്സീറുകളിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തഫ്സീറിന്റെ പേര് പറഞ്ഞോ ഇല്ലേ? ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്ലിപ്പിംഗ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കാണിക്കണം. അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ആ തഫ്സീർ വായിക്കുന്നതിന് എന്തിനു പഠിക്കണം? വെറുതെ വൈകാരികമായിട്ട് കാര്യം ഇവിടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാണ്. വെറുതെ ബഹളം ഉണ്ടാക്കി ഒരു കാര്യം മനസ്സിലാക്കണം. അതെന്ന് വെച്ചാല് ഒരു കാര്യം അത് മറുപടി പറഞ്ഞുതരാം. അവിടെ ഇരിക്കാം. അത് അല്ല അന്ന് വെച്ചാൽ മൂപ്പര് സുഹൃത്തുക്കള് തഫ്സീർ വായിക്കുന്ന അവിടേക്ക് എല്ലാം വായിച്ചുതരാം. അവിടേക്ക് നിങ്ങൾ ബേജാറായല്ലേ? നിങ്ങൾ ഇപ്പൊ തന്നെ ബേജാറായാലോ? അവിടെ ഇരിക്കാം. എല്ലാരും സൈലന്റ് ആ കഴിഞ്ഞു. അതെന്താന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. തൊപ്പി പോയോ? തൊപ്പിയിട്ട് കൊടുക്കുക. അപ്പൊ എന്ന് വെച്ചാല് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. മൂപ്പര് കുറെ നേരമായിട്ട് ഇങ്ങനെ കേൾക്കാണ്. ഇവരോട് ഈ ഉസ്താദുമാര് പറഞ്ഞു കൊടുത്ത് മുജാഹിദുകൾ എന്ന് പറഞ്ഞ മുഖാമുഖത്തൊക്കെ നടത്തിയാല് അവിടെ ഇരിക്കുക തീർന്ന മൂപ്പര് അവിടെ ഇരിക്കല്ലേ, നിങ്ങൾ പോകല്ലേ, അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കുക. സംശയം തീർത്തല്ലേ പോണ്ടേ? സംശയം തീർന്നു പോകണ്ടേ? ഇപ്പോ അവിടെ ഇരിക്കുക. ഒന്നുകിൽ അയാൾ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പോവുക. രണ്ടിലൊന്ന്. ഒന്നുകിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പോട്ടെ. പൊയ്ക്കോട്ടെ. അഷ്റഫ് മൂസ ഓക്കെ, അവിടെ ഒന്നില്ല, എല്ലാരും ഇരിക്കുക. ആ ജാതി ഒന്നും വേണ്ട. ഇത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണ്. ഈ സദസ്സ് വന്നിട്ട് അലങ്കോലപ്പെടുത്തുന്നത് നമ്മൾക്ക് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാം. സദസ്സിലുള്ള ആൾക്കാർ അവിടെ ഇരിക്കുക. മൂപ്പർക്ക് പുറത്തേക്കുള്ള വഴി കാട്ടി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. ശരി. ഓക്കെ, ഖലാസ് ഇരിക്കുക. എല്ലാരും ഇരിക്കുക. അതെ, മൂപ്പർ ഇവിടെ വന്ന് അവിടെ ഇരിക്കുക. എല്ലാരും ഇരിക്കുക. മൂപ്പർ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ച് മറുപടിയും കിട്ടിക്കഴിഞ്ഞ മൂപ്പർ പെട്ടെന്ന് നാട്ടിലെ അവസ്ഥ ഓർമ്മ വന്നത്. അതുകൊണ്ടാണ്. ആ കുഴപ്പമൊന്നുമില്ല, കേട്ടോളൂ. എല്ലാവരും ഇരിക്കുക. നമ്മുടെ ആളുകളൊക്കെ അവിടെ ഇരിക്കുക. സഹോദരങ്ങളെ, ഒന്ന് സദസ്സിൽ കയറി ചേർന്ന് അത് ഭംഗിയാക്കി ശാന്തമായി നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിന് വേണ്ടി കർത്താവിനെ ക്ഷണിക്കുകയാണ്. നിങ്ങളെ പേര് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. ഒന്ന് ശബ്ദിക്കാതിരിക്കുക, വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാന്യ സദസ്യരും അഭ്യുദാംശികളുമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ പരിപാടി ഭംഗിയായി തുടർന്ന് പോകേണ്ടതുള്ളതുകൊണ്ടും നാളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനും ഉള്ളവരായതുകൊണ്ടും പരസ്പരം വൈകാരികമായി സദസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചോദ്യവും ഉത്തരവും നൽകുന്ന ആളുകൾ പരസ്പരം സംഘട്ടന രൂപത്തിൽ സംസാരിക്കാതെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവശ്യപ്പെടാനുള്ള സാഹചര്യം
ഒരുക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അനസ് മൗലവി സൂചിപ്പിക്കുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് നേരത്തെ ആ സഹോദരൻ ചോദിച്ചതുപോലെ ആ കാലഘട്ടത്തിലായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അതിനുശേഷം അങ്ങനെ ആ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല, നമ്മുടെ തൗഹീദ്, നമ്മുടെ മുദ്രാവാക്യം അതാണല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന കാന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലേ പറയേണ്ടത്? അതിന്റെ ഒന്ന് വിവരിച്ചാലും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോ ഒരിക്കൽ പോലും ഈ പറയപ്പെട്ട പോലെ യാ റസൂലല്ലാഹ് ഉന്നുർനാന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് ആരും പറഞ്ഞിട്ടില്ല. ഷഹാദത്ത്, ഈ പറഞ്ഞ ഷഹാദത്ത് വലിയതോ നമ്മളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ച പോലെ തന്നെയാണ് അവരും ചൊല്ലിയത്, നമ്മളും ചൊല്ലുന്നത്. ആ വ്യത്യാസം എന്താ? പരിശുദ്ധ ഖുർആൻ എന്നാൽ മാനവിക സമൂഹത്തിലേക്ക് സമാധാനവും സന്മാർഗവും നൽകുന്ന ദിവ്യ ഗ്രന്ഥമാണ്. ആ പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഇന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് വിവരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉന്നുറുന എന്ന് പറയുന്നിടത്ത് ആ കാലഘട്ടത്തിലാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാലഘട്ടക്കാരാണെങ്കിൽ അവിടെ നിന്ന് അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അവരവിടെ ഉച്ചരിച്ചപ്പോൾ ഈ പറയപ്പെട്ട പാവികളായ ഞങ്ങൾക്ക് അറിവില്ലാത്ത ഞങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന കാന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലേ ഞങ്ങൾ ഷഹാദത്ത് ചെല്ലേണ്ടത്? ആ യാ അയ്യുഹല്ലദീന ആമനു നിങ്ങൾ ആ കാലഘട്ടത്തിലാണെങ്കിൽ അവതരിച്ചതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്താ ചെല്ലേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്. ഈ ആയത്ത് ഇന്ന് ഇറങ്ങിയല്ലോ, 1400 ചില്ലാനും വർഷങ്ങളുടെ പഴക്കമുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? എങ്കിൽ ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നത് ആദ്യമായി കേൾക്കുന്നത് ആരാ? സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷഹാദത്ത് പഠിപ്പിച്ചു കൊടുത്ത് ആദ്യമായിട്ട് കേട്ടത് ആരാ? സ്വഹാബത്താണ്. അതവരെങ്ങനെയാ ചൊല്ലിയത്? ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സ്വഹാബത്ത് പറഞ്ഞപ്പോ റായിന എന്ന് നിങ്ങൾ പറയണ്ട എന്നും മറിച്ച് ഉന്നൂറിനാന്ന് പറഞ്ഞോളൂ എന്നും പറഞ്ഞു. ഇത് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഉണ്ടാവുമല്ലോ, ഉണ്ട്. എങ്കിൽ ആ ഷഹാദത്തിന്റെ ആശയം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഒരൊറ്റ സ്വഹാബി, രണ്ടെണ്ണം ഇപ്പൊ ചോദിക്കണില്ല, ഒരൊറ്റ സ്വഹാബി ആരെങ്കിലും ഒരാള് ഈ ആയത്ത് തെളിവാക്കിയിട്ട് യാ റസൂലല്ലാഹ് ഉന്നുർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരൂലേ? ഞങ്ങളെ വാദം പൊളിയില്ലേ? ഇല്ലേ? അതുകൊണ്ട് ഒരൊറ്റ സ്വഹാബിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷഹാദത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി പറഞ്ഞു കൊടുത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സ്വഹാബത്ത് ചൊല്ലിയത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, മറ്റു സ്വഹാബികൾ ചൊല്ലിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മളും ചൊല്ലുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പൊ ആ സ്വഹാബത്ത് ആയത്ത് എങ്ങനെ മനസ്സിലാക്കി? അത് മനസ്സിലാക്കിയ പ്രശ്നം തീരും. ഉന്നുറുന എന്നുള്ളത് പറട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവാണോ? അതാ ഞാൻ പറയും, ഈ ആയത്ത് നമുക്കല്ലല്ലോ ഇത് തിരിഞ്ഞത്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് അല്ല. ഉദാഹരണം പറയാം, നമുക്കല്ല. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി പോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ ഉണ്ടല്ലോ. ഈ ആയത്തിന് എങ്ങനെയാ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അവർ നോമ്പ് നോറ്റില്ലേ? നോറ്റു. എന്നാൽ ഈ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റഅയ്നാ വഖൂലു ഉൻദുർനാ, ഈ ആയത്തിന് അവരെങ്ങനെ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം റസൂൽ പറയാനാണോ? ആണെങ്കിൽ നോമ്പോറ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പോറ്റ് തെളിവുണ്ട്, നമ്മൾ ആരും നിഷേധിക്കൂലല്ലോ. സ്വഹാബത്ത് നോമ്പോറ്റ് തെളിവുണ്ടല്ലോ, നമ്മൾ ആരും നിഷേധിക്കുമല്ലോ. എങ്കിൽ അതുപോലെ ഈ ആയത്തും അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ? സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ, രണ്ടെണ്ണം ഞാൻ ചോദിച്ചില്ലല്ലോ, ഒരൊറ്റ ഒന്നെങ്കിലും ഈ തിരക്കൂട്ടല്ലേ, സമയം നമുക്ക് നേരം വൈകുന്നുള്ളത് ശരിയാണ്, എന്നാലും എന്താണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വഹാബി യാ റസൂലല്ലാഹ്
ഉൻളുർന എന്ന് അവിടുത്തെ വഫാത്തിന് ശേഷം രോഗം വന്നപ്പോഴോ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായപ്പോ തേടിയതുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ മാത്രം ബാധകമായിരുന്നു ആണെന്നാ ഞാൻ പറഞ്ഞേ. ബാധകമല്ലേ? ആണെന്നാ ഞാൻ പറഞ്ഞേ. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാം എന്ന് പറഞ്ഞാലോ? അപ്പൊ ഖുർആൻ അങ്ങനെയാണെങ്കിൽ അപ്പൊ സ്വഹാബത്ത് മനസ്സിലാക്കി തെറ്റാന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ രണ്ടായത്തിന്റെ ഉദാഹരണം പറഞ്ഞു. രണ്ടായത്തിന് ഉദാഹരണം പറഞ്ഞു. ശ്രദ്ധിക്ക്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം എന്നുള്ള ആയത്ത് ഞാൻ പറഞ്ഞു. ആ ആയത്തിന് എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അവർ നോമ്പ് വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. എങ്കിൽ ഈ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന എന്ന് പറഞ്ഞു വഖൂലു ഉൻദുർന എന്ന ആയത്തിന് സ്വഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതുപോലെ ഒരു സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് നോമ്പ് വെച്ചതിന് തെളിവുണ്ട്, മറ്റു സ്വഹാബത്ത് നോമ്പ് വെച്ചതിന് തെളിവുണ്ട്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന എന്ന ആയത്ത് വെച്ചുകൊണ്ട് ഒരു ഇസ്തിഗാസ നടത്തിയത്, ഒരു ദുആ നടത്തിയതിന് രേഖയുണ്ടോ എന്നാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ റെഡി ആയി ഒന്നുണ്ടാവില്ല. നിങ്ങൾ അന്വേഷിക്കുക. ഇതൊരു തർക്കമല്ല, ഇതൊരു വാശിയല്ല. നിങ്ങൾ അന്വേഷിക്കുക. ഇവിടെ സൂചിപ്പിച്ച പോലെ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായ ദുർവ്യാഖ്യാനം മാത്രമാണ്, അല്ലാതെ ഒരു തെളിവില്ല. ഇവിടെ പറഞ്ഞല്ലോ മഖ്ദൂമയുടെ പരിഭാഷ വായിച്ചില്ലേ? അതുപോലെ എത്ര പരിഭാഷകൾ, അതിൽ സുന്നി മുസ്ലിയാക്കന്മാരുടെ പരിഭാഷകൾ, അതുപോലെ അറബി തഫ്സീറുകൾ, അതിലൊക്കെ ഈ പറഞ്ഞ വ്യാഖ്യാനമാണ് സുഹൃത്തെ ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അതൊരു വാശിയല്ല. പറഞ്ഞില്ലേ? നിങ്ങൾ അന്വേഷിക്കുക. എന്തിനാ വെറുതെ ശിർക്ക് ചെയ്തിട്ട് അമൽ നഷ്ടപ്പെടുത്തുന്നത്? ആർക്കും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയും? ഒന്ന് ആലോചിക്കുന്നത്. ഈ ആയത്തിന് തെളിവാണെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയോ? ജീവിതത്തിൽ റസൂലുള്ളാഹി വഫാത്തിന് ശേഷം എന്തെല്ലാം പ്രശ്നം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായി, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്തെല്ലാം പ്രശ്നം ഉണ്ടായി? ഒരിക്കലെങ്കിലും ഈ ആയത്തിന് തെളിവാണല്ലേ? യാ അയ്യുഹല്ലദീന ആമനു എന്നല്ലേ പറഞ്ഞത്? സത്യവിശ്വാസികൾ എന്നല്ലേ പറഞ്ഞത്? നമ്മളും സത്യവിശ്വാസികളാണല്ലോ, അപ്പൊ നമുക്കിത് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യാ റസൂലല്ലാ എന്ന് പറഞ്ഞിട്ട് ഉൻളുർന എന്ന് പറഞ്ഞ് ഈ ആയത്ത് തെളിവാക്കി ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു വിശദീകരണം ഞാൻ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം ഞാൻ പറഞ്ഞു. അതെങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി, ഇതെങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി? രണ്ടും മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഇതിവിടെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. നിങ്ങൾക്കും ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവും. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ഏത് വിഷയം വെച്ചാലും ഇൻഷാ അല്ലാഹ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നേരത്തെ കുറെ ചോദിച്ചാന്നല്ലോ, അതുകൊണ്ട് എല്ലാവരോടും പറയാം. കാരണം ഇവിടെ നടന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യാർത്ഥാക്കളും കുറച്ച് സ്ട്രോങ് ആയി ചോദിച്ചു, പിന്നെ മറുപടി പറയുന്ന ആളെ ഭാഗത്തുനിന്നും ലേശം സ്ട്രോങ് ആയി. അതാ സംഭവിച്ചത്. കാരണം എല്ലാ പരിപാടിയും വിജയിക്കുവാണ്ട്, നമ്മൾ പരിപാടി വിജയിക്കാൻ പ്രത്യേകിച്ച് ചോദ്യം. ഹലോ സുഹൃത്തെ, പരിപാടി നിരൂപണം അല്ല. ഇപ്പൊ ചോദിക്കാണ്ട് ചോദിച്ചോളി. നിരൂപണം നമുക്ക് എന്നെ പുറത്തിറങ്ങിയിട്ടാക്കാം. അപ്പൊ ചോദ്യം ചോദിക്കേ. റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചെയ്തത് മാത്രമാണോ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമിലുള്ള വിശ്വാസമാണ്. അതിന് വല്ല തെളിവുണ്ടോ? പൗരോഹിത്യ പാടില്ല ഇസ്ലാമില്. എവിടെയാണ് അതിന്റെ തെളിവ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചെയ്ത കാര്യം മാത്രമേ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതിന്റെ ഒരു തെളിവ് വായിച്ചാൽ മതി. ബാക്കി നമ്മളെ നേരത്തെ വിഷയം അങ്ങനെ തന്നെ കിടക്കുന്ന ഞാനിലേക്ക് വരും. ഇപ്പോ അപ്പോ ഇനി എന്റെ സുഹൃത്തിനോട് പറയാം, ഉന്നുർന. അപ്പോ എന്താ സഹോദരങ്ങളെ, നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കിടന്ന് പെടലേ, എന്ത് ബേജാറ. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷമാണ്. അപ്പോ അതിലൊരു പ്രയാസം, അത് സമ്മതിക്കൂല. എന്ത് വന്നാലും ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ അല്ലാത്തവരും പ്രാർത്ഥിച്ച് അടങ്ങുള്ളൂ എന്നാ. ഈ വാശി വേണ്ട. ഇത് കബറിൽ കിടന്ന് വാശി പിടിക്കാൻ പറ്റോ? കബറിൽ കിടന്ന് വാശി പിടിക്കാൻ പറ്റോ? ഇല്ല. പിന്നെ അദ്ദേഹം ചോദിക്കണം, സഹാബത്ത് ചെയ്തതുപോലെ ചെയ്യണം എന്നൊരു തെറ്റായ ധാരണ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു തെറ്റായ ധാരണ ഞങ്ങൾ വരുത്തിയിട്ടില്ല. അവിടെ നിൽക്കും, അവിടെ നിൽക്കും, നിങ്ങൾ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. സഹാബത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഖുർആൻ പറഞ്ഞത് വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി വല്ലദീന ആവൂ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാ. അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങിയ മൂല്യരല്ല. നേരെ മറിച്ച് യഥാർത്ഥ വിശ്വാസികൾ സഹാബത്താണ്. അതുകൊണ്ട് ഇൻ ആമനു ബിമിസ്ലി മാ ആമന്തും ബിഹി ഫഖദ് ഇഹ്തദൗ. ഖുർആൻ പറയാണ്, ആ സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാകും. അതുകൊണ്ടാ ചോദിച്ചത്. നേരത്തെ ഇപ്പോഴും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചോദ്യം? യാ അയ്യുഹല്ലദീന ആമനു
അത് ആ കാലത്തേക്ക് മാത്രമാണ് തെളിവ്. തഫ്സീർ വായിക്കണോ? എത്ര വട്ടം പറഞ്ഞു മറുപടി. ഇവിടുത്തെ ഈ നിയമം ഇന്ന് അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചടക്കണ പകര അഹ്സനുണ്ടല്ലോ, അയാൾക്കും ബാധകാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിന എന്ന ആയത്ത് ഈ അഹ്സനിക്ക് ബാധകാണ്. അള്ളാന്റെ റസൂലിന്റെ പേര് തോന്നിയാസം പറയാൻ പാടില്ല. അപ്പൊ പിന്നെ ആ കാലഘട്ടത്തിൽ മാത്രമാണ് തെളിവെന്തിനാ? ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും അള്ളാന്റെ റസൂലിനെ പരിഹസിക്കുന്ന വാക്കുകൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പാടില്ല. പക്ഷെ ഉമ്മുർന എന്ന് നബിയോട് പറയണം. അങ്ങനെ പറയാൻ പറ്റുമെന്നാണ്. അങ്ങനെ പറയാം. ഇപ്പോൾ റസൂൽ എന്റെ മുന്നിലുണ്ടെങ്കിൽ നബിയോട് സംസാരിക്കേണ്ടി വന്നാൽ റായിന എന്ന് പറയാൻ പാടില്ല. നബിയോട് സംസാരിക്കേണ്ടി വന്നാൽ ഉമ്മുർന എന്നേ പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം നേരത്തെ പറഞ്ഞു, വായിച്ചു കേൾപ്പിച്ചു. മഖ്ദൂമി പറഞ്ഞു ഇവരാരും ഇത് നബിയോട് ഉമ്മുർന എന്ന് പറയണം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. വായിച്ചു കേൾപ്പിച്ചു. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഖുർആൻ തന്നെ പറയുന്നു, കേട്ടോളൂ. മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി വയഖൂലൂന സമിഅനാ വഅസൈനാ വസ്മഉ ഗൈറ മുസ്മഅ വറാഇന ലയ്യം ബിഅൽസിനതിഹിം അതുപോലെ തന്നെ വതഅനം ഫിദ്ദീൻ വലൗ അന്നഹും ഖാലൂ സമിഅനാ വഅതഅനാ വസ്മഅ വൻസുർനാ ലകാന ഖൈറൻ ലഹും വഅഖ്വം വലാകിൻ